പ്രിയൻ, ഈ ആൻഡമാൻ നിക്കോബാർ അതിൽ നോർത്ത് സെന്റിനൽ ദ്വീപിൽ കയറിയ ഗോത്രവർഗ്ഗക്കാർക്ക് ഒരു അമേരിക്കൻ യൂട്യൂബർ കോള നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നടക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് നോർത്ത് സെൻട്രൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെ സാധാരണഗതിയിൽ ആൾക്കാർക്ക് സന്ദർശന വിലക്കുണ്ട്. അവിടെ സന്ദർശനം പോകാൻ പാടില്ല. അതിൻ്റെ 5 കിലോമീറ്റർ, ആ ദ്വീപിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ആരും ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 5 വർഷം വരെ തടവും പിഴയും ഒക്കെ കിട്ടാവുന്ന കുറ്റമാണത്. ഈ ഒരു യൂട്യൂബർ ചെയ്തിരിക്കുന്നത് വലിയ പ്രശ്നമാണ്. ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഒരു തേങ്ങയും ഒരു ഡയറ്റ് കൊക്കക്കോളയും കൂടെ കൊണ്ടാണ് ഇയാൾ അവിടെ പോയി. അവിടെ ചെന്നിട്ട് തീരത്ത് അത് വെച്ചിട്ട് വന്നു. അവിടെ നിന്ന് ഈ ആൾക്കാർ ഗോത്രവർഗ്ഗക്കാർ വരാനായിട്ട് ഇയാൾ കുറേ നേരം വിസിലടിക്കുകയൊക്കെ ചെയ്തു. ആരും വന്നില്ല. എന്നിട്ട് അയാൾ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികളാണ് കണ്ടത് ഇയാൾ അവിടെ പോയി വരുന്നത്. ഈ വിവരം കിട്ടി അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു പോർട്ട് ബ്ലെയറിൽ വെച്ചിട്ട്. കഴിഞ്ഞ മാർച്ച് അവസാനമാണ് ഇയാളെ അറസ്റ്റിലാകുന്നത്. ഈ മാസം 29-ാം തീയതി ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. ജാമ്യം കിട്ടാത്ത കുറ്റമാണത്. അതൊരു വിദേശിയാണ്. അതായത് ഇതിനു മുമ്പും ഈ നോർത്ത് സെന്റിനൽ ഐലൻഡ് വാർത്തകളിൽ വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരിപ്പോഴും വളരെ നിഗൂഢമായിട്ടുള്ള ഒരു ഗോത്ര ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വെളിയിൽ നമ്മുടെ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ആക്രമിച്ച് കൊലപ്പെടുത്തും. അതാണ് അവരുടെ രീതി. അവർ അവിടുത്തെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രതിരോധ ശേഷിയൊക്കെ നമ്മളുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ അവരെ ചെല്ലുകയോ അവരുടെ അടുത്ത് പോവുകയൊക്കെ ചെയ്താൽ തന്നെ അവരുടെ ആരോഗ്യത്തെ ഇത് ഗുരുതരമായിട്ട് ബാധിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശേഷി രണ്ട് തലത്തിലാണ്. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഒരുപാട് വാക്സിനുകളൊക്കെ എടുത്ത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രതിരോധ ശേഷികളുണ്ട്. പല അണുക്കളെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ശരീരമാണ്. പക്ഷേ നമ്മളെ പോലെ അല്ല അവർ വളരെ സെൻസിറ്റീവാണ്. അവർക്ക് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാം. പകർച്ചവ്യാധികൾ ഉണ്ടെങ്കിൽ അത് പകരാം. ചില ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലുള്ളത് അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. കാരണം അവർ ലോകവുമായിട്ട് വലിയ ബന്ധമുള്ള ആൾക്കാരല്ല. ഒതുങ്ങി കഴിയുന്ന വനവാസികൾ, പൂർണ്ണമായും വനവാസികളാണ്. അവർക്ക് ഒരു ബന്ധമില്ല. അവർക്ക് ഭാഷയൊന്നും അറിയില്ല. അവരുടെ ഭാഷയെ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ഭാഷ എന്താണെന്നും അറിയില്ല. കാരണം അവർ അങ്ങനെ ഒരു സംരക്ഷിത വിഭാഗമാണ്. അപ്പൊ ആ മേഖലയിലേക്കാണ് ഇവർ ചെല്ലുന്നത്. 2018 ഒരു അമേരിക്കൻ മിഷണറി ഇതുപോലെ അവിടെ ചെല്ലുകയും അവരെ ബൈബിളുമായിട്ട് അയാൾ പോയത്. ബൈബിൾ കൊണ്ടുവന്ന് അവരെ കാണിക്കാനും അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. കാരണം ഈ ഗോത്രവർഗ്ഗക്കാരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുക കൊള്ളാമല്ലോ, നല്ല പരിപാടിയാണല്ലോ. അങ്ങനെ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവർ അമ്പ ചെയ്ത് കുന്തമൊക്കെ എറിഞ്ഞ ആള് ചത്തു. അയാളെ എടുത്ത് അവിടെ കുഴിച്ചിടുകയും ചെയ്തു. അവര് ഇത് വലിയ പ്രശ്നമാണ്. നമ്മുടെ അവിടെ ചെല്ലുന്ന ഈ ആൾക്കാരുമായിട്ട് ഇടപെടാനേ പാടില്ല. നിയമം മൂലം തന്നെ നിരോധിച്ചിട്ടുള്ള. അതിനു മുമ്പ് 2006 ഇതുപോലെ 2 മത്സ്യത്തൊഴിലാളികൾ അബദ്ധവശാൽ അവിടെ ചെന്ന് അവർ ആൻഡമാൻ നിക്കോബാർ തന്നെയുള്ള മത്സ്യത്തൊഴിലാളികൾ അവിടെ ചെന്ന് പെട്ടു. അവരെ കരയിൽ അബദ്ധത്തിൽ ഇറങ്ങിയതാണ്. അവരെ ഇവർ കൊലപ്പെടുത്തി. കാരണം അവർക്ക് വെളിയിൽ നിന്ന് വരുന്ന ആരും ശത്രുക്കളാണ്. അവർക്ക് ഭയമാണ്. അപ്പൊ ഈ യൂട്യൂബർക്ക് എന്താ സംഭവിച്ചത്? ഇയാൾ അവിടെ ചെന്നു. ഭാഗ്യം കൊണ്ട് ഇയാൾ കൊല്ലപ്പെട്ടില്ല. ഇയാൾ അവിടെ ചെന്ന് ഈ ദ്വീപിൽ നിന്ന് വിസിലടിച്ച് ഇയാൾ ഒരു തേങ്ങയും വെച്ച് അവിടെ വെച്ചിട്ട് ഈ ഒരു കൊക്കക്കോളയും അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നു. അങ്ങനെയാണ്. ഇവർക്ക് കൊക്കക്കോളയൊക്കെ അറിയില്ല. അത് കഴിച്ചാലൊക്കെ ചിലപ്പോൾ അവർക്ക് ദഹിച്ചൊന്നും വരില്ല. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അങ്ങനെ ഒരു സംരക്ഷിത വിഭാഗമാണ്. അവരെ പറ്റിയിട്ട് ഇപ്പോഴും നിഗൂഢതകൾ പലതുമുണ്ട്. അവർ പലപ്പോഴും താന്ന് പറക്കുന്ന വിമാനങ്ങളുടെ നേർക്കൊക്കെ അമ്പ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് അറിയില്ല. വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ്. അവര് പുറം ലോകവുമായിട്ട് ബന്ധമില്ല. അവർക്ക് അത്തരം രീതികളൊന്നുമില്ല. അവിടേക്കാണ് ഈ ആൾക്കാർ, ഈ പ്രത്യേകിച്ച് മിഷണറി പ്രവർത്തനം നടത്തുന്നവർ ചെന്ന് കയറാറുള്ളത്. കാരണം നമ്മളത് മാറ്റിയിട്ട് ആൻഡമാൻ നിക്കോബാറിലെ ഗോത്രജനത വേറെയും ഉണ്ട്. അതായത് ഈ നരവംശാസ്ത്ര പ്രകാരം പരിണാമത്തിന്റെ പല കാര്യങ്ങളും ഇന്നും അവരിൽ നിന്ന് അവര് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗോത്ര വിഭാഗങ്ങളാണ്, ആദിമ മനുഷ്യരാണ്, അവരുടെ പിന്തുടർച്ചക്കാരാണ്. ഇതിൽ ഈ ആൻഡമാൻ നിക്കോബാറിലെ മറ്റ് ഗോത്രങ്ങളുമായിട്ടൊക്കെ നമുക്ക് സഹവാസമുണ്ട്. മനുഷ്യർക്ക് ബന്ധമുണ്ട്. അവർക്ക് ചികിത്സയൊക്കെ നൽകാനായിട്ട് ഹോസ്പിറ്റലുകളുണ്ട്. അവർക്ക് വരാൻ കഴിയുന്ന രീതിയിൽ പല നിർമ്മിതികളും അവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വളരെ അതിക്രൂരമായി വേട്ടയാടപ്പെട്ട ഒരു വിഭാഗവും കൂടെയാണ് അവർ. അത് കഴിഞ്ഞ് അവിടെയാണ് അവർ ഈ ബ്രിട്ടീഷുകാരുടെ ജയിലുകളും, നമ്മൾ കാലാപാനി സിനിമയിൽ കാണുന്ന ജയിലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നതും ഈ റോസ് ഐലൻഡും അവന്മാരുടെ എല്ലാ തെമ്മാടിത്തരങ്ങളും ഈ പട്ടാളത്തിന്റെ ക്രൂരതകളും എല്ലാം നടന്ന സ്ഥലമാണത്. അതിന് തൊട്ടടുത്താണ്. പക്ഷേ ഈ സെന്റിനൽ ഐലൻഡ് ഒരു സെപ്പറേറ്റ് ഏരിയയാണ്. അവിടേക്ക് നമ്മൾ പോകാറില്ല. അവിടേക്ക് ആരും ചെല്ലാൻ പാടില്ല. അവിടുന്ന് വരാറുമില്ല ഇങ്ങോട്ട്. അവരവിടെ തന്നെയാണ് കഴിയുന്നത്. അതിനപ്പുറം ഒരു ലോകത്തിനെ പറ്റി അവർക്ക് യാതൊരു ജ്ഞാനവും ഇല്ല. അങ്ങനെ സംരക്ഷിത വിഭാഗമായിട്ടുള്ള ഒരു മേഖലയിലേക്കാണ്
ഈ സായിപ്പന്മാർ നിരന്തരമായി വരുന്നത്. ഉം. അവരെ ഉദ്ധരിച്ച് കളയാം, അവരെ നന്നാക്കി കളയാം, അവരെ മതം മാറ്റി കളയാം. ഇവരാരാ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇതിപ്പോ എന്നുള്ളതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അവിടെ നമ്മുടെ വരുന്ന ഒരു ബംഗാൾ ഉൾക്കടലിൽ അത് തന്നെയാണുള്ളത്. ഉള്ളത്. അതെ അതെ ആ മേഖലയാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. ഘടകമാണ്. ആ. അവിടുത്തെ നമുക്ക് വളരെ ജിയോ പൊളിറ്റിക്സിൽ ഈ പറയുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. നമുക്ക് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മുടെ സൈനിക ശേഷിയൊക്കെ അവിടെ ഉണ്ട്, വലിയ രീതിയിലുള്ള സൈന്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലമാണ്. നമുക്ക് ഈ അപ്പൊ അധികൃതർ അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടേക്ക് സന്ദർശിക്കാൻ അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത്. പോകാൻ പാടില്ല. ഒരു കാരണവശാലും ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗോത്ര വിഭാഗക്കാരാണ്. അവർ വളരെ പ്രത്യേകമായ ഒരു ജീവിതം നയിക്കുന്നവരാണ്. അവർക്ക് ഇതുപോലെ അവർക്ക് ഈ അൻഡമാൻ നിക്കോബാറിലുള്ള ആൾക്കാർക്ക് അവിടെ സർക്കാർ കൊടുത്തിരുന്ന ആദ്യകാലത്തൊക്കെ ഉപ്പ് കൊടുക്കുമായിരുന്നു. ഉപ്പ് അത് തന്നെ അവർക്കൊരു പ്രത്യേക വസ്തുവാണ്. കാരണം അവർ ഉപ്പ് ഉപയോഗിച്ചല്ല പാചകം ചെയ്യുന്ന അവിടുത്തെ ഗോത്ര വിഭാഗക്കാരെല്ലാം ഈ വനവസ്തുക്കളും അതെല്ലാം ഉപയോഗിച്ചാണ് അതൊക്കെ അങ്ങനെ വേട്ടയാടിയൊക്കെയാണ് ജീവിക്കുന്നത്. ഇപ്പൊ കുറെ വിഭാഗങ്ങൾ അവിടുത്തെ പല ഗോത്ര വിഭാഗങ്ങളുണ്ട്, മനുഷ്യരുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്. പക്ഷേ ഈ സെന്റിനൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ്. ഒരു കാരണവശാലും ഇവർക്ക് മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുറലോകത്തെ മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടേതായ ഒരു ജീവിതം മാത്രം നയിക്കുന്ന വളരെ പ്രാകൃതമായ ജീവിതം, ആശുപത്രികളില്ല, ഒന്നുമില്ല. ഒരു കാട്ടിൽ കഴിയുന്ന ആൾക്കാരാണ്. ഗുഹകളിലും ഒക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാർ. അവർക്ക് അവിടെ സെന്റിനൽ ഐലൻഡിനെ നിരീക്ഷിച്ചതിൽ നിന്ന് അവിടെ കുടിലുകൾ പോലും കണ്ടെത്തിയിട്ടില്ല. മനസ്സിലായില്ല. അപ്പൊ അത്ര പോലും ഈ ഒരു പുതിയ പുരോഗമിച്ച് ഒരു മനുഷ്യന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. കുടിലുകളെല്ലാം ഒരു മറ്റ് പല രീതിയിലുള്ള നിർമ്മിതികളൊക്കെയാണുള്ളത്. ഈ സാധാരണ ആദിവാസി കുടിലുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആ രീതിയിലുള്ളതല്ല, വേറെ രീതിയിലൊക്കെയാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും. അതും അധികം നമ്മൾ പഠനം നടത്താൻ വേണ്ടി പോലും അവിടേക്ക് ഇറങ്ങി ചെല്ലാറില്ല. മനുഷ്യർ കാലുകുത്തിയിട്ടില്ല. അത് നമ്മളിപ്പോൾ ഈ തെന്മലയൊക്കെ, അട്ടമല, അതോടൊപ്പം തന്നെ പറമ്പിക്കുളത്തൊക്കെ ഇത്തരത്തിൽ വനവാസികൾ താമസിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പക്ഷേ ഈ പറഞ്ഞ പോലെ കുടിലുകളും, അതുമാത്രമല്ല അവരൊക്കെ ഇപ്പം കുറേ മാറ്റം വന്നിട്ടുണ്ട്. അവർ അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിൽ ഒക്കെ വലിയ വിദ്യാഭ്യാസം. MLA മാർ അവിടെ ഇവർക്ക് വോട്ടിന് ചെല്ലുമ്പോൾ പല വികസന പ്രവർത്തനങ്ങളും നടത്തി കൊടുക്കുന്നുണ്ട്. അംഗൻവാടികളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതൊക്കെ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ അതുപോലെയല്ലേ ഇത് വളരെ ഒരു പുറലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത്. അവിടെ ചെല്ലാനോ നമ്മൾ ഇടപെടാനോ പാടില്ല. പഠനങ്ങൾക്ക് വേണ്ടി പോലും ഇന്ത്യൻ സർക്കാരിന്റെ ആൾക്കാർ പോലും അവിടെ കയറാറില്ല. കാരണം അപകടവും കൂടിയാണ്. അതെ, ആക്രമിക്കും. കാരണം അവർക്ക് ശത്രുക്കളാണ് പുറത്തുനിന്ന് വരുന്നത്. ഒരു സിനിമയുണ്ടല്ലോ വിനയന്റെ അത്ഭുത ദ്വീപ്, അതുപോലെ കാണുന്ന ആൾക്കാരാണ്. അതുപോലെ പക്ഷെ അതിൽ കുറച്ച് പുരോഗമിച്ച ആൾക്കാരും ഒരു സംവിധാനം ഉള്ളവരും രാജ്യമുള്ളവരും ഒക്കെ ആയിട്ടാണ്. ഇത് അങ്ങനെയല്ല. ഇന്ത്യ സംരക്ഷിത മേഖലയായി കണക്കാക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു പ്രദേശം, ആ ഒരു ദ്വീപ്, ആ ദ്വീപിനകത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന കുറച്ച് ആൾക്കാർ. അവിടേക്കാണ് ഈ സാഹസിക യാത്ര നടത്താൻ യൂട്യൂബർമാരും വ്ളോഗർമാരും മിഷണറി പ്രവർത്തകരും ഒക്കെ ചെല്ലുന്നത്. അപകടം അറിയാം. അപകടം അറിഞ്ഞിട്ട് തന്നെയാണ്. എങ്കിലും ചെന്നിട്ട് മതം മാറ്റാൻ പറ്റുമെന്നും അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നും ഒക്കെയാണ് നോക്കുന്നത്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിഷ്കർഷയുണ്ട്. ഇപ്പൊ എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാളെ കസ്റ്റഡിയിലാണ്. താമസിയാതെ കോടതിയിൽ ഹാജരാക്കും. അമേരിക്കൻ ഒരു നയതന്ത്രജ്ഞൻ വന്ന് കാണുകയൊക്കെ ചെയ്തു ഇയാളെ. പക്ഷേ ശക്തമായ കോടതിയുടെ നടപടി ഉണ്ടാവും. ഇയാൾ ജാമ്യം കൊടുക്കാനുള്ള യാതൊരു സാധ്യതയില്ല. വലിയ പിഴ ചുമത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം അത് വളരെ അത്രയ്ക്ക് ഗൗരവമുള്ള ഒരു കാര്യമാണ്.